Spirituality of the Servant of God, Marivanius. Spirituality of Marivanius is the spirituality of our Lord Jesus Christ Himself. As it is said in the Gospel of St. John, chapter 3, verse 16, "For God so loved the world that He gave His one and only Son, that whoever believes in Him shall not perish, but have eternal life." Blessed Marivanius constantly prayed and fasted for the sake of keeping the Church united. Like Jesus, he understood the mission and received the power from the Father. Marivanius taught and helped the children who were struggling. He was a warrior with phenomenal spiritual strength to fight ignorance. The spirituality of the Father who lived for these poor people cannot be seen in anyone else. We can see the attitude of Jesus in Marivanius, who, despite all his wealth and authority, never used one for himself. He used knowledge, ability, wisdom, and everything for others. He has the same thought as Jesus, who comforts and pleases people with his words. Spirituality of the Syro-Malankara Catholic Church is the spirituality of Marivanius, who sacrificed himself for the people who surrendered to him. As Marivanius says, "Our Lord is merciful to us, not because of the power of our words, but because He sees our miseries and hardships." Let the servant of God, Marivanius, meditate for us. O servant of God, Marivanius, intercede for us. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവദാസൻ മാറിയോൻസ് പിതാവിൻ്റെ ഓർമ്മയെ ആചരിക്കുന്ന ഈ പുണ്യ ദിനങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള പ്രാരംഭ തീർത്ഥയാത്രയിലെ പങ്കാളി എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ആദ്യ വർഷം ഏതാണ്ട് 50 പേരിൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വലിയ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാം വിശുദ്ധരാണ്. അവരുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹപ്രദവുമാണ്. രൂപതാധ്യക്ഷൻ ബർണബാസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പിതാവിനോടുകൂടി ഈ തീർത്ഥയാത്ര കോർഡിനേറ്റ് ചെയ്തിരുന്ന സാമ്പതാക്കൽ അച്ഛനും വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള ബിജു ജോർജിനോട് ചേർന്നുകൊണ്ട് മറ്റ് ആളുകളോട് ചേർന്ന് ട്രെയിനിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കബറിടത്തിലേക്ക് കടന്നുപോയത് വലിയൊരു അനുഭവമായിരുന്നു. രൂപതാധ്യക്ഷനോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷിപ്പാനും തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും നിയോഗങ്ങളെ ഷെയർ ചെയ്യുവാനും അങ്ങനെ ആ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കുവാനും തങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ ഒന്നിച്ചിരുന്ന് പങ്കുവയ്ക്കുവാനും കൃത്യാകൃത്യ സമയങ്ങളിൽ യാമപ്രാർത്ഥന നടത്തുവാനൊക്കെ സാധിച്ചത് ഇപ്പോഴും പച്ചയായിട്ട് മനസ്സിൽ നിൽക്കുന്നു. അതുവഴിയായിട്ട് നമ്മുടെ ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ പദയാത്രയിൽ തീർത്ഥയാത്രയിൽ പങ്കാളികളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. സഭയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മാറിയോൻസ് പിതാവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ അത് സാധിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഷെയറിങ്ങും ഒക്കെ കണ്ട് മറ്റ് മതസ്ഥർ പോലും എന്താണെന്ന് ചോദിക്കുവാനും അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനും അവരും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാവുകയും അവർക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമെന്ന് അവരഭ്യർത്ഥിക്കുകയും നേർച്ച ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
പുണ്യദാതൻ്റെ കബറടക്കത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ കുർബാന അർപ്പിക്കുകയും ഒരു ദിവസത്തെയെങ്കിലും ആ പദയാത്രയിൽ പങ്കാളികളാകുവാൻ സാധിക്കുകയും ചെയ്തത് വലിയൊരു അനുഭവമായിട്ട് ഇന്നും ഞാൻ ഓർക്കുന്നു. ഈ പുണ്യ നാളുകളിൽ പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രോഗാവസ്ഥയിലായിരുന്ന അവസരത്തിൽ എൻ്റെ വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള യുവജനങ്ങൾ ഞാൻ സൗഖ്യപ്പെടുവാൻ വേണ്ടി മാറിസ് പിതാവിനോട് മധ്യസ്ഥം യാചിക്കുകയും പിന്നീട് പിറ്റേ വർഷം അവരോടൊപ്പം ഞാനും ആ പദയാത്രയിൽ പങ്കാളികളായപ്പോൾ ആ യുവജനങ്ങൾ അവർ ചെരുപ്പില്ലാതെ, കാരണം എനിക്ക് വേണ്ടി അവർ ഏറ്റെടുത്ത ഒരു നിയോഗമായിട്ട് ആ പദയാത്രയിൽ പങ്കാളിയാകുന്നതും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഈ തീർത്ഥയാത്ര വലിയൊരു അനുഭവമായിട്ട് പരസ്പര സ്നേഹവും സഹകരണവും കൂട്ടായ്മയും, അതും ഒരു രൂപത അധ്യക്ഷനോടൊപ്പം സാധാരണക്കാരായ ആളുകൾ ചേർന്ന് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും തങ്ങൾക്കുള്ളത് പങ്കുവെക്കുകയും ജീവിത അനുഭവങ്ങളെ പങ്കുവെക്കുകയും പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഒരു മലങ്കര മക്കൾ എന്നുള്ള, മാറിയോനസ് പിതാവിൻ്റെ മക്കൾ എന്നുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഓരോ വർഷവും ആദ്യ വർഷം 50 താഴെയായിരുന്നുവെങ്കിൽ പിന്നീട് അത് വർദ്ധിച്ച് വരുന്നതായിട്ടും ഭോപ്പാലിൽ നിന്നുള്ളവരും ബോംബെയിൽ നിന്നുള്ളവരും പൂനെയിൽ നിന്നുള്ളവരൊക്കെ ഇതിൽ കൂട്ടിച്ചേരുകയും ചെയ്തത് ഇപ്പോഴും ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പുണ്യനാളുകളിൽ പ്രത്യേകിച്ച് ഈ പാൻഡമിക് പീരീഡിൽ നമുക്ക് ഒരു പദയാത്രയിൽ പങ്കാളികളാകാൻ സാധിക്കുന്നില്ല എങ്കിലും ആത്മീയമായ ഒരുക്കത്തോടുകൂടി നമുക്ക് ഈ ദിനങ്ങളെ കാത്ത് സൂക്ഷിക്കാം. ആ പ്രാരംഭ നാളുകളിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ എല്ലാവരും തന്നെ നോമ്പ് നോറ്റ് ഉപവസിച്ച് ഒക്കെയാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ഇന്നത് മലങ്കര സഭ മുഴുവനുമായിട്ടും ഈ 15 ദിവസങ്ങൾ, ജൂലൈ 1 മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഒരു നോമ്പ് കാലമായിട്ട് ഇപ്പോൾ ആചരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ തുടങ്ങിയതാണല്ലോ എന്ന് ഓർക്കുന്നു. ഈ അവസരത്തിൽ ദൈവദാസൻ മാറിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ എല്ലാവർക്കും അവരുടെ നിയോഗങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.